നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി NDA ഇലക്ഷൻ കൺവെൻഷൻ നടത്തി. ദേശീയ ജനാധിപത്യ സഖ്യം കമ്മിറ്റി ചെയർമാൻ ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ET നടരാജൻ ഉദ്ഘാടനം ചെയ്തു. പിറവം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി GB എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. BJP പിറവം മണ്ഡലം ജനറൽ സെക്രട്ടറി PS അനിൽകുമാർ, കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രതീഷ് T, മണ്ഡലം സെക്രട്ടറി സജീവ് C, ഹരിദാസ് C, BDGS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR മാധവൻ നിരവത്ത്, JSS ജില്ലാ പ്രസിഡന്റ് ശശി ഇലഞ്ഞി, സുധീഷ് കുമാർ S എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജി മലയിൽ സ്വാഗതവും NDA കൺവീനർ കരുണാദാസ് നന്ദിയും പറഞ്ഞു. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം എലഞ്ഞി എന്ന് പറയുന്ന പ്രദേശം ഇല്ലെങ്കിൽ പിറവം എന്ന് പറയുന്ന നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കി കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള മേഖലയാണ്. നിരവധി നല്ല കർഷകശ്രീ അവാർഡുകൾ മേടിച്ച നിരവധി കർഷകരുള്ള പ്രദേശമാണ് ഇവിടെ. രാജപരമ്പര മാറി രാജ്യം ഭരിക്കുന്നത് പോലെ അപ്പനും മകനും മാറി ഭരിച്ച് 14 വർഷമായി അനൂപ് ജേക്കബ് എന്ന് പറയുന്ന MLA 4 വർഷക്കാലം മന്ത്രിയായും 10 വർഷക്കാലം MLA ആയും ഈ നാട്ടിൽ ഭരിക്കുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ, നേര് നമ്മൾ മാത്രമേ ഉള്ളൂ, സത്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവർ യാതൊരു ആശങ്കയും കാര്യമില്ല. പിന്നെ ഒരു മാറ്റം, മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ ആ ഒരു ശ്രദ്ധേയമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തെളിയിക്കേണ്ടതായ കാര്യമുണ്ട്. മാറാത്തത് നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പുതിയൊരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. നോക്കി കണ്ടപ്പോ അനൂപ് ജേക്കബ് ഒരു കനാലിലൂടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മുണ്ടൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കയ്യിൽ തന്നെ ഒരു കിറ്റും പിടിച്ചുകൊണ്ട് അപ്പുറത്തെ കയ്യിൽ ഒരു കുടയും പിടിച്ചുകൊണ്ട് അനൂപ് ജേക്കബ് വെള്ളത്തിലൂടെ നീന്തി പോവുകയാണ്. അപ്പൊ സംഗതി അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഇവിടെ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കുന്നില്ല എന്ന് നിരന്തരമായിട്ട് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് കണ്ടുകൊണ്ട്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.